സാറേ, ഇസ്രയേൽ എന്നുള്ളതായിരിക്കുന്ന ആ രാഷ്ട്രത്തെക്കുറിച്ചുള്ള വാർത്ത ഇന്ന് ലോക മാധ്യമങ്ങളിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. ടെലിവിഷൻ തുറന്നാൽ, റേഡിയോ ട്യൂൺ ചെയ്താൽ, വാട്സാപ്പ് ട്യൂൺ ചെയ്താൽ, യൂട്യൂബിൽ, പത്രം എന്ന് വേണ്ട എല്ലാ വാർത്താ മാധ്യമങ്ങളിലും മുൻപന്തി നിൽക്കുന്ന ഒരു വാർത്തയാണ് ദ നേഷൻ ഇസ്രായേൽ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വാർത്താ പ്രാധാന്യം ഈ കൊച്ചു രാജ്യത്തിന് വരാൻ കാരണം? അതിനെന്തെങ്കിലും പ്രത്യേക കാര്യങ്ങളുണ്ടോ എന്നുള്ള അറിയാൻ എനിക്ക് ആഗ്രഹം. എൻ്റെ സഹോദരൻ പറഞ്ഞതിനോട് ഞാനൊരു വാക്കൂടെ കൂട്ടി പറയുകയാണ്. ഇത് ഇന്ത്യയിൽ ജീവിക്കുന്ന നമ്മൾ അത് അങ്ങനെ മനസ്സിലാക്കിയെങ്കിൽ ലോകത്തിലാകമാനം അമേരിക്കയിൽ നിന്ന് ഫോൺ കോൾ വന്നപ്പോൾ ബൈബിളുമായിട്ട് അങ്ങനെ താല്പര്യമൊന്നും ഇല്ലാത്തവർ ആവേശം കൊണ്ട് ഇപ്പോൾ ഇതൊക്കെ എടുത്ത അങ്ങനെയാണ് എൻ്റെ സ്വന്തം കുടുംബത്തിലുള്ളവർ തന്നെ ഞാനിത് പ്രസംഗിക്കുമെന്ന് അറിയില്ല. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞിതൊക്കെ അപ്പം എങ്ങനോ ABC ന്യൂസ് എന്ന് പറയുന്ന ഒരു ന്യൂസിനകത്ത് കയറി അത് കേട്ടിട്ട് അവർ ആവേശം കൊണ്ടപ്പോൾ ഇവർ പ്രസംഗിക്കുന്നതിന് എത്രയോ നാളുകൾക്ക് മുമ്പ് ഒരു പക്ഷെങ്കിൽ എൻ്റെ യൂട്യൂബിൽ കിടക്കുന്ന പ്രസംഗങ്ങൾ എടുത്തിട്ടായിരിക്കും ഇവരൊക്കെ പല സത്യങ്ങൾ മനസ്സിലാക്കിയത്. ഈ 18 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ അവതരിപ്പിച്ച് യൂട്യൂബിലേക്ക് പോസ്റ്റ് ചെയ്തിരിക്കുന്ന നിരവധി ഫയലുകൾ, പ്രത്യേകിച്ച് അന്ത്യനാഴികയിലുള്ള പല വിഷയങ്ങളും പല യൂട്യൂബർമാരും യൂട്യൂബിലും എടുത്ത് അത് ഉപയോഗിക്കുന്നു എന്നുള്ളതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ലോകത്തിലുള്ളവർ അതറിയട്ടെ, അവരും ബൈബിളിലെ വിഷയങ്ങളിലേക്ക് ലോകശ്രദ്ധ തിരിച്ചുവിടുന്നതിൽ അഭിനന്ദനം അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ABC ന്യൂസിലെ ആ ബഹുമാന്യരായിരിക്കുന്ന അതിൻ്റെ അവതാരകർ ബൈബിളിലെ പല കാര്യങ്ങളും വ്യക്തമായിട്ട് പറയുകയും ആൾക്കാരെ അതിലേക്ക് നയിക്കുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അവർ അഭിനന്ദനം അറിയിക്കുന്നു. ഞാൻ അവരുടെ ഒരു വാർത്ത കേട്ടപ്പോൾ അദ്ദേഹം അവതരിപ്പിക്കുന്ന ആൾ പറയുന്നുണ്ട്, ഞാനൊരു ഹൈന്ദവനാണ്, ഞാൻ ഒരു ക്രിസ്ത്യാനിയൊന്നുമല്ല, പക്ഷെങ്കിൽ ഈ അവരുടെ ഗ്രന്ഥത്തിന് പറയുന്ന പേര് സത്യവേദ പുസ്തകം. അത് സത്യമായതുകൊണ്ടാണ് അതിന് സത്യവേദ പുസ്തകം. ഞാൻ ആവേശം കൊണ്ട് ശ്രദ്ധയോടുകൂടെ പുള്ളി പറയുന്നത് കേട്ടു. എന്നാലും പുള്ളി പറയുകയാണ്, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഒരു അവിശ്വാസിയായ ഒരു ഹൈന്ദവനാണെന്ന് അവകാശപ്പെടുന്ന വ്യക്തി വേദപുസ്തകം സത്യമാണെന്നും വേദപുസ്തകത്തിൽ പറയുന്ന പോലെ സംഭവങ്ങൾ ഇന്ന് മധ്യപൂർവ്വദേശത്ത് നടക്കുന്നെന്നും പറയുമ്പോൾ എന്നിട്ട് അദ്ദേഹം ബൈബിളിലെ പല പ്രവചനങ്ങളുടെ നിവൃത്തികൾ എടുത്ത് പറയുന്നു. ഞാൻ ബ്രദർ പറഞ്ഞതിനോട് ചേർത്ത് പറയുക, ഇത് കേട്ടിട്ട് അമേരിക്കയിൽ നിന്ന് വീട്ടിലോട്ട് കോള് വരുന്നു. ലോകത്തിൻ്റെ 4 കോണിലും എല്ലാ മീഡിയകളിലും ഇപ്പോൾ ഈ വാർത്തയാണ് ഇസ്രയേൽ എന്ന് പറയുന്നതാണ് നിറഞ്ഞു നിൽക്കുന്നത്. അത് എന്താണെന്നറിയാമോ? എൻ്റെ ഒരുപാട് പബ്ലിക് മീറ്റിങ്ങുകളൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ ഇത് ഇങ്ങനെ ഒരു വാർത്ത ഇസ്രായേലിനെ കുറിച്ച് ലോകം മുഴുവൻ പരക്കുന്നുണ്ടെങ്കിൽ there must be a God's news behind the news. Yes, there is some reason. അതിനകത്തൊരു കാരണമുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ പല പബ്ലിക് മീറ്റിങ്ങുകളൊക്കെ നടക്കുമ്പോൾ ബാനറുകളൊക്കെ ഞാൻ തന്നെ എൻ്റെ ബാനർ കാണാറുണ്ട്. പോകുമ്പോൾ ബാനറുകളും നോട്ടീസുകളൊക്കെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് കാണാം, പടം കൊണ്ടൊക്കെയുള്ള. ആദ്യം എൻ്റെ പബ്ലിക് മീറ്റിങ്ങിൻ്റെ നോട്ടീസൊക്കെ കണ്ടിട്ട് ഞാൻ തന്നെ പേടിച്ചു പോയിട്ടുണ്ട്. കാരണം നമ്മളങ്ങനെ ഒരു പബ്ലിക് പ്രീച്ചറൊന്നും അല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ ഒരു പബ്ലിക് മീറ്റിങ്ങിന് വേണ്ടി ഈ ബാനറുകൾ കളത്തിയിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ദൈവം ഒരു ബാനർ കളത്തുക, അത് ദൈവം കളത്തിയാൽ എല്ലാവരും കാണത്തില്ലേ? എല്ലാവരും കാണും, പിന്നെ എല്ലാവരും വായിക്കും. ദൈവം അങ്ങനെ ഒരു ബാനർ ഉയർത്തിയിട്ടുണ്ടോ? അന്ന് യെശയ്യാ പ്രവചനം 11 അധ്യായം നടത്തി. ദൈവത്തിന് അങ്ങനെ ഒരു ബാനർ ഉണ്ടോ? എന്തിനാണ് ഒരു ബാനർ? സാധാരണ ഒരു മെസ്സേജ് കൺവേ ചെയ്യാനാണ് ഒരു ബാനറുകൾ. സാധാരണ നമ്മളെല്ലാവരും ബാനർ അടിക്കുന്നവരാണ്, ബാനർ ഉയർത്തുന്നവരാ. ദൈവം ബാനർ ഉയർത്തിയിട്ടുണ്ട്. അതിന്റെ 11-ാം അധ്യായം. എത്രാമത്തെ? യെശയ്യാ പ്രവചനം 11-ാം അധ്യായം. അവിടെ യാതൊരു തർക്കവുമില്ലാതെ ആ ബാനർ എന്ന് പറയുന്നത് അതിന്റെ 11-ാം വാക്യം തുടങ്ങി നോക്കുക. അന്നാളിൽ കർത്താവ് തൻ്റെ ജനത്തിൽ ശേഷിച്ചിരിക്കുന്ന ശേഷിപ്പിനെ അശൂരിൽ നിന്നും മിസ്രൈമിൽ നിന്നും പത്രോസിൽ നിന്നും കൂശിൽ നിന്നും ഏലാമിൽ നിന്നും ശീനാരിൽ നിന്നും ഹാമാത്തിൽ നിന്നും സമുദ്രത്തിലെ ദ്വീപുകളിൽ നിന്നും വീണ്ടുകൊള്ളുവാൻ 2-ാം പ്രാവശ്യം കൈനീട്ടും. അടുത്തത് 12-ാം വാക്യം. ദൈവം ജാതികൾക്ക് ഒരു കൊടി ഉയർത്തി ഇസ്രായേലിൻ്റെ പുരുഷന്മാരെ ചേർക്കുകയും യഹൂദയുടെ ചെതറിപ്പോയവരെ ഭൂമിയുടെ 4 ദിക്കുകളിൽ നിന്ന് ഒന്നിച്ചു കൂട്ടുകയും ചെയ്യും. ഒരു കാര്യം വ്യക്തമാണ്, ഭൂമിയുടെ 4 കോണിൽ ചിതറിപ്പോയ യഹൂദനെ മടക്കി കൊണ്ടുവരുന്ന കാര്യം അവിടെ പറഞ്ഞേക്കുന്നത്. അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. 4 ദിക്കിൽ നിന്ന് ഒന്നിച്ചു കൂട്ടും. എന്നിട്ട് ദൈവം പേരെടുത്ത് പറഞ്ഞു. ഉദാഹരണമായിട്ട് അശൂരിൽ നിന്ന്. അശൂർ എന്ന് പറഞ്ഞാൽ മെയിൻലി സിറിയ, ഇറാഖ്, പാർട്ട് ഓഫ് ഇറാൻ, ഇവിടെ നിന്ന് വരുത്തും.
രണ്ട് കൂശിൽ നിന്ന് വരുത്തും. കൂശ് മിസ്രൈമിൽ നിന്ന് പറയുന്നത് ഈജിപ്റ്റാണ്, മിസ്രൈം. പിന്നീട് പത്രോസ് എന്ന് പറയുന്നത് ലോവർ അപ്പർ ഈജിപ്റ്റാണ്. അത് ശരി. പിന്നീട് കൂശ് എന്ന് പറയുന്നത് എത്യോപ്യയാണ്. ഏലാം എന്ന് പറയുന്നത് ഇറാന്റെ ഭാഗമാണ്. ഷീനാർ എന്ന് പറയുന്ന ബാബിലോണാണ്, ഇറാഖ്, സിറിയ, ഹാമത്ത് സിറിയ. അങ്ങനെ ഈ പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് യഹൂദനെ മടക്കി കൊണ്ടുവരും. ഇന്ന് അവിടെ യഹൂദന്മാർ ഏതാണ്ട് ഇല്ല, മിക്കവാറും പേരെ തിരിച്ചു കൊണ്ടുപോകും. ഈ പേര് പറഞ്ഞ സ്ഥലങ്ങളിൽ യഹൂദന്മാരെ മിക്കവാറും പേരെ തിരിച്ചു കൊണ്ടുവന്നു. ഇവിടെ എടുത്തു പറഞ്ഞു 4 ദിക്കിൽ നിന്നും, ഭൂമിയുടെ 4 ദിക്കിൽ നിന്നും അവരെ തിരിച്ചു കൊണ്ടുവരും. പക്ഷേ ദൈവം എടുത്തു പറഞ്ഞു 2ാം പ്രാവശ്യം കൈ നീട്ടുക ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ, ഈ ഇസ്രായേൽ മക്കളെ തിരിച്ചു കൊണ്ടുവരാനായിട്ട്. ചുറ്റുപാടുമുള്ളതായിരിക്കുന്ന അറബിക് രാജ്യങ്ങളിൽ നിന്നും ദൈവം അവരെ കൊണ്ടുവന്നു. അവളെ 1ാം പ്രാവശ്യം ദൈവം കൈ നീട്ടി, ഈജിപ്തിനോട് കൈ നീട്ടി. മിസ്രൈമിൽ അടിമകളായിരുന്നു കഴിഞ്ഞപ്പോൾ കൈ നീട്ടി അവരെ കൊണ്ടുവന്നു. 2ാമത് ഭൂമിയുടെ 4 ദിക്കിൽ നിന്നും കൊണ്ടുവരിക. എന്നിട്ട് പറഞ്ഞു ഇത് ജാതികൾക്ക്, നേഷൻസ് എന്ന, നേഷൻസിന്, ഇസ്രയേലിനല്ല. ഇസ്രയേലിനെ മടക്കി കൊണ്ടുവന്നത് രാഷ്ട്രങ്ങൾക്ക് വേണ്ടി ദൈവം ഉയർത്തിയ ഒരു ബാനറാണ്. അങ്ങനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവം രാഷ്ട്രങ്ങൾക്ക് ഒരു കൊടി ഉയർത്തി. ഒരു ഭാഷാന്തരത്തിൽ ഞാൻ വായിച്ചു, ഹി വിൽ സെറ്റ് അപ്പ് എ എൻസൈൻ. ആംപ്ലിഫൈഡ് ബൈബിളിലെ he will set up a signal for the nations. Signal for the nation. രാഷ്ട്രങ്ങൾക്കൊരു മുന്നറിയിപ്പ്, ഒരു അറിയിപ്പ്, അടയാളം. എന്ത് അടയാളം? എന്തിനാണ് ഇന്ന് ആഗോളമായി ചിന്തിക്കുന്നത്? ആഗോളമായി ഇന്നിത് ചിന്ത വന്നിരിക്കുന്നതിൻ്റെ കാരണം ഇന്ന് ദൈവം ഏർപ്പെട്ടിരിക്കുന്ന സഭയുടെ പണിയാണ്. സഭയുടെ പണി തീർന്നിട്ട് ഇസ്രായേലിനോട് ദൈവം ഇടപെടാൻ പോവുകയാണ്. സഭ ഉൾപ്രാവണത്താൽ മാറ്റപ്പെടാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ അതിനൊരു വിശദീകരണം. കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന് മരിക്കുന്നത് സ്വന്തമായ ഒരു ജനത്തെ ഉണ്ടാക്കാനാണ് സഭയുടെ പണി. പരിശുദ്ധാത്മാവിനെ അയച്ച്, നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നില്ലേ, പത്രോസിനോട് പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ സഭയെ പണിയും. പണിതുകൊണ്ടിരിക്കുകയല്ല, പണിയും. ഐ വിൽ ബിൽഡ് എന്ന് പറഞ്ഞാൽ അവൻ മരിച്ചുയർത്തെങ്കിലേ അതിൻ്റെ അടിത്തറ വരികയുള്ളൂ. അവൻ മരിച്ചുയർത്തു, സഭയുടെ പണി ആരംഭിച്ചു. ആ സഭയുടെ പണി പെന്തിക്കോസ്തിൽ ആരംഭിച്ചു. എന്നാൽ ആ സഭയുടെ പണി ഒരു ദിവസം പൂർത്തീകരിക്കും. അത് പൂർത്തീകരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു വിളിയുണ്ടാവും, ഇവിടെ കയറി വരിക. തെസ്സലോനിക്ക ലേഖനം 1-2-4 അധ്യായത്തിൽ വായിക്കുന്നു, കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടുകൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ പുനരുത്ഥാനം പ്രാപിക്കും. ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് അവരോടൊത്ത് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. വിൽ ബി കോട്ടപ്പ്, എടുത്തുകൊള്ളപ്പെടും. ആ എടുക്കുക എന്നുള്ളതിൻ്റെ പേരാണ് റാപ്റ്റിയോ എന്ന ലാറ്റിൻ വേർഡ്. അതിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് റാപ്ചർ. നമ്മളെ എടുക്കും, കർത്താവ് ഇറങ്ങി വരും, നമ്മൾ കർത്താവിനെ കണ്ടുമുട്ടും. നമ്മളങ്ങനെ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ യഹൂദനോടാണ് പിന്നീട് ഇടപെടാൻ പോകുന്നത്. അവൻ്റെ ശുദ്ധീകരണത്തിൻ്റെ സമയമാണ്. കാരണം ഹോശേയ 5:15 പറയുന്നുണ്ട്, ഇവൻ കർത്താവിനെ അന്വേഷിക്കാതെ കർത്താവ് മടങ്ങി വരത്തില്ല. ഹോശേയ 5:15 അവർ കുറ്റമേറ്റ് പറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുന്നവരെ ഞാൻ മടങ്ങിപ്പോയി എൻ്റെ സ്ഥലത്തിലിരിക്കും. കഷ്ടതയിൽ അവൻ എന്നെ ജാഗ്രതയോടെ. ആ കാലത്തിലേക്ക് പോവുകയാണ്. സഭ മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ അവരോട് ഇടപെടാനായിട്ട് പോവുകയാണ്. ഇത് ജീവിച്ചിരിക്കുന്ന രാഷ്ട്രങ്ങൾ മനസ്സിലാക്കിക്കോളാൻ പറയുകയാണ് ദൈവം. യേശുക്രിസ്തുവിനോട് ചോദിച്ചില്ലേ, നിന്റെ വരവിന്റെ അടയാളം എന്താണ്? ശിഷ്യന്മാര് ചോദിച്ചു. കർത്താവ് ഒരു അടയാളമേ പറഞ്ഞുള്ളൂ, അത്തി വീണ്ടും തളിർക്കും. ആ അത്തി യഹൂദ രാഷ്ട്രമാണ്. അപ്പൊ യഹൂദ രാഷ്ട്രം എന്നുള്ള അടയാളമാണ് ദൈവം ഉയർത്തിയ കൊടി അല്ലെങ്കിൽ സിഗ്നൽ. യു ആർ റൈറ്റ്. അവര് ഒരു അടയാളമായി മാനവരാശിക്ക് നൽകപ്പെട്ട ഒരു അടയാളമാണ് ഇവരെ. അതുകൊണ്ടാണ് ലോകത്തിൻ്റെ കേന്ദ്ര, നമ്മൾ ഓർക്കണം, ഒരു ഭൂപടത്തിൽ പൊട്ടുപോലെയുള്ള രാജ്യം എല്ലാ മനുഷ്യന്റെ നാവിൽ ഒന്നുകിൽ അവൻ എതിരായി, അല്ലെങ്കിൽ അവൻ അനുകൂലമായി, അല്ലെങ്കിൽ അവനെ കുറിച്ച് പറയാത്തവരാരുമില്ല. ഞാൻ ചോദിച്ചോട്ടെ, ഈ ഹൈന്ദവ മീഡിയയിലൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഇവരെ കുറിച്ച് എന്തിനാ പറയുന്നത്? ഇപ്പൊ അതൊരു വലിയ ചർച്ചാ വിഷയമായിരിക്കും. ആര് പറയുന്നു? ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ ഒരു അഡ്വക്കേറ്റ്, അദ്ദേഹത്തിന്റെ പേര് നമ്മുടെ ജയശങ്കർ പറയുന്നത് കേട്ടിയാൽ അത് പുള്ളി ആവർത്തനം 28 നിന്ന് ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്. അദ്ദേഹം ഒരു ഹൈന്ദവനല്ലേ? അദ്ദേഹം ആവർത്തനം 28 ഉദ്ധരിച്ചു പറയുന്നു,
ഞാൻ കഴിഞ്ഞ ദിവസം ABC ന്യൂസ് കേട്ടപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ പേര് ഓർമ്മയില്ല. അദ്ദേഹം സത്യവേദ പുസ്തകമാണ്, ഈ പുസ്തകത്തിൽ പറയുന്ന അനുസരിച്ചാണ് ഈ നടക്കുന്നതെന്ന് പറയുന്നു. ഞാൻ ചോദിച്ചോട്ടെ, ഇങ്ങനൊരു സംഭവം ഇതിനു മുമ്പ് എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ? ലോകത്തിലൊരിടത്തും നടന്നിട്ടില്ല. ഒരു ബൈബിള് സത്യമാണെന്നുള്ളത് മറ്റുള്ളവർ മനസ്സിലാക്കി തുടങ്ങി, അവിശ്വാസികൾ മനസ്സിലാക്കി തുടങ്ങി, മറ്റ് മതസ്ഥർ മനസ്സിലാക്കി തുടങ്ങി. ദൈവം ഇതാണ് പറഞ്ഞത്. ഞാനൊരു ബാനറാക്കിയിരിക്കുക. നോക്കുക, ഇന്ന് they are in the center of people's mind. ഇവരെ കുറിച്ച് ചിലർ പറയുന്നത് എന്താണെന്നറിയാമോ? അവര് ലോകത്തിന്റെ പുക്കിളാണ്. They are the navel of the earth. മനുഷ്യ ശരീരത്തിന്റെ സെന്റർ എന്ന് പറയുന്നത് നമ്മുടെ പുക്കിളാണ്. ഈ പുക്കിളുമായിട്ടാണ് നമ്മുടെ അമ്മയുമായിട്ട് നമുക്ക് ബന്ധമുണ്ടാകുന്നത്. ജനിക്കുന്നതിന് മുമ്പ്. സോ ഈ പുക്കിൾ കൂടി അതിൻ്റെ അടയാളമാണ്. നമ്മൾ ഓർക്കണം, ഇസ്രയേൽ ഈസ് നോൺ ആസ് എ നാവൽ ഓഫ് ദി എർത്ത്. ഭൂമിയുടെ കേന്ദ്രമാണ് ഇസ്രയേൽ. നമ്മളിനിയും ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഞാൻ കുറച്ചു മുമ്പേ വായിച്ചില്ലേ, ഇസ്രയേൽ ലോകത്തിൻ്റെ ജോഗ്രഫിക്കലി സെൻറ്ററിലാണ്. എസെക്കിയേൽ 5:5, എസെക്കിയേൽ 32:11, യെശയ്യാവ് 19:24. They are in the center of the world. ജോഗ്രഫിക്കലി ഇസ്രയേൽ ഭൂമിയുടെ മധ്യഭാഗത്തിലാണ് ആണല്ലോ. രണ്ട്, നമ്മളിപ്പം ചിന്തിച്ചു, they are in the center of world news. ലോക വാർത്തകളുടെ മധ്യത്തിലാണ്. ഇന്ന് ലോക വാർത്തയുടെ മധ്യം. അവരെ കുറിച്ചുള്ള വാർത്തയില്ലാത്ത ഒരു ദിനപത്രമെങ്കിലും ഉണ്ടോ? ഇല്ല, മിക്കവാറും എല്ലാ വാർത്താ മാധ്യമങ്ങളിലും ഇവരെ കുറിച്ചുള്ള they are in the center of the world. ലോകത്തിന്റെ മധ്യത്തിൽ, വാർത്തകളുടെ മധ്യത്തിൽ. ഇനി വേണ്ട, ലോകത്തിന്റെ വെറുപ്പിന്റെ മധ്യം. They are the center of world hate. അത് വളരെ സത്യമാണ്. അതോ 83-ാം സങ്കീർത്തനമൊക്കെ എടുത്താൽ, വരുവീൻ ഇസ്രയേൽ ഒരു ജാതിയായിരിക്കാതെ അവരെ മുടിക്കാം, അവരുടെ ദേശം നമുക്ക് കൈവശപ്പെടുത്തണം. ബൈബിളിൽ 83-ാം സങ്കീർത്തനത്തിൽ പണ്ടേ പറഞ്ഞിട്ടുണ്ടല്ലേ? ഒന്ന് എടുത്തു നോക്കി. രണ്ട് കാര്യമാണ് അവർക്ക് വേണ്ടിയത്. അതൊന്ന് വായിച്ചു കേൾക്കുന്നത് വളരെ പ്രയോജനമാണ്. എന്നെ കേൾക്കുന്ന, ഞങ്ങളെ കേൾക്കുന്നവരോട് ഞങ്ങൾ ആത്മാർത്ഥമായി പറയട്ടെ, ആസാഫ് എന്ന് പറയുന്ന സങ്കീർത്തനക്കാരൻ ഈ കാലഘട്ടത്തെ കുറിച്ച് രേഖപ്പെടുത്തി, എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നു. 2 വാക്യം വായിച്ചാലും മതി. 4-ാം വാക്യം ഒന്ന് വായിച്ചേ. 83-ാം സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യം. 83-ാം സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യം, വരുവിൻ ഇസ്രായേൽ ഒരു ജാതിയായിരിക്കാതെ വണ്ണം നാം അവരെ മുടിച്ചു കളക. ഞാൻ ചോദിച്ചോട്ടെ, PLO ചാർട്ടറിൽ എന്തോ എഴുതി വെച്ചിരിക്കുന്നത്? PLO പലസ്തീൻ ലിബറൽ ഓർഗനൈസേഷൻ, അവരുടെ ചാർട്ടറിൽ എഴുതി വെച്ചിരിക്കുന്ന ഇസ്രായേലിനെ ഇല്ലാതാക്കണം. ഹാമാസ് എന്തോ പറയുന്നത്? വൈപ്പ് നേഷൻ. ഇറാൻ എന്തോ പറയുന്നത്? ഡെത്ത് ടു ഇസ്രായേൽ. ഡെത്ത്. ഇസ്രായേലിനെ 67 യുദ്ധത്തിൽ അബ്ദുൽ നാസർ UAE ഈജിപ്തിന്റെ പ്രസിഡന്റ് എന്നാ പറഞ്ഞ്, വരുവീൻ ഇസ്രായേൽ ഒരു ജാതിയായിരിക്കും വേണം അവരെ തുടച്ചാളെ, അവരെ മെഡിറ്ററേനിയൻ കടലിലോട്ട് തള്ളിക്കളയാം. അത് തന്നെയാണല്ലോ ഇവിടെ വായിക്കുന്നത്. ഒരു കാര്യം കൂടെ ഞാൻ ഒന്ന് ചൂണ്ടിക്കാണിച്ചു. ഈ യഹൂദനെ ഇവിടെ നമ്മൾ 37-ാം അധ്യായത്തിൽ വായിച്ചു, ഞങ്ങളുടെ ആശ നഷ്ടപ്പെട്ടു പോയി. അതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് വായിച്ചാൽ അവർ ഹോപ്പ് ഈസ് ലോസ്റ്റ്. ദർ ഇസ് നോ ഹോപ്പ്. മടങ്ങി വരാൻ സാധിക്കുമെന്നുള്ളത് ഒരു പ്രവാചകനോ ഒരു യഹൂദനോ പറയാൻ കഴിയുന്നില്ല. കാരണം അവരുടെ ദേശം അവർക്ക് നഷ്ടപ്പെട്ടിട്ട് 12,000 വർഷമാകുക. ഇപ്പം അതുപോലെ നശിച്ച് കിടക്കുക. ശത്രു അവിടെ വസിക്കുക. അവർക്കെതിരായിട്ടുള്ള ഇസ്ലാമിക് രാജ്യങ്ങൾ അവിടെ ഭരണം നടത്തുന്നു. അവിടെ അവരെങ്ങനെ ഒരു രാജ്യം ഉണ്ടാക്കുന്നു? ഇവർക്കാണെങ്കിൽ അന്യോന്യം ബന്ധവുമില്ല, അവർക്ക് ഭാഷകളൊന്നുമില്ല. അതുകൊണ്ടാണ് ലോകത്തിലെ വൈജ്ഞാന കോശങ്ങളിൽ ഒരെണ്ണമാണ് ബ്രിട്ടാനിക്ക എൻസൈക്ലോപീഡിയ. അതിൽ 1911 പ്രസിദ്ധീകരിച്ച ആ എൻസൈക്ലോപീഡിയയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഇനിയും ഒരു എബ്രായ ഭാഷ പുനർജീവിപ്പിക്കപ്പെടുകയോ അവരൊരു ദേശമായി തീരുകയോ ചെയ്യുന്നത് സാധ്യമല്ല എന്നുള്ളത് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. 1911 എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക അങ്ങനെ പ്രവചിച്ചല്ലേ? അങ്ങനെ എഴുതിയിട്ടുണ്ട്. അത് തെറ്റിപ്പോയില്ലേ? അത് തെറ്റിപ്പോയെന്ന് വെച്ചാൽ ഏതാണ്ട് 37 വർഷം കഴിഞ്ഞപ്പോൾ അവരൊരു രാജ്യമായി. ഇനി അതിലും ഒന്നുകൂടെ കടന്നു പറയാം. യഹോവ സാക്ഷികളുടെ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു, ദൈവം സത്യവാൻ. ഇത് 46-ലാണ് പ്രസിദ്ധീകരിച്ചത്. 1946. അതിനകത്ത് പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇസ്രയേൽ ഒരു രാജ്യമായി തീരുക എന്ന് പറയുന്നത് മിഥ്യയാണ്, നടക്കില്ല. ഞാൻ ആ ബുക്ക് കണ്ടിട്ട്
ഈ ഇതിൻ്റെ ഒരു കോപ്പി എടുക്കാൻ നോക്കിയിട്ട് ഈ ബുക്ക് കിട്ടത്തില്ല. പിന്നെ അതിൻ്റെ ഒരു പേജിൻ്റെ കോപ്പി ഞാൻ എടുത്ത് വെച്ചു. കാരണം ഇസ്രയേൽ രാജ്യമാകത്തില്ലെന്ന് അവർ പറഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ അവർ രാജ്യമായി. ഇന്ന് അവർ ഈ പുസ്തകം പ്രിന്റ് ചെയ്യത്തുമില്ല, ഇതിൻ്റെ കാര്യം പറയത്തുമില്ല. അപ്പോൾ യഹൂദന് അവൻ്റെ ആശയില്ല. വൈജ്ഞാനകോശമായ ബ്രിട്ടാനിക് ഏജൻസികൾക്ക് പേടിയല്ലേ, രാജ്യം വരത്തില്ല. യഹോവ സാക്ഷികൾ പ്രിന്റ് ചെയ്ത് വെച്ചു, അവൻ രാജ്യമാകത്തില്ല. ക്രിസ്ത്യാനികളോട് ചോദിക്കുക, അവർ പറയും ഇനി യഹൂദൻ രാജ്യമാകും, യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ല. അതുകൊണ്ടാണ് അവൻ റീപ്ലേസ്മെന്റ് തിയോളജി കൊണ്ടുവന്നത്. അതെന്ത് വേദശാസ്ത്രമാണ്? ആ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രോമിസസ് യഹൂദനുണ്ട്. ആ പ്രോമിസസ് ഇനി എന്തോ ചെയ്യും, അത് ആത്മിക ഇസ്രയേലായ സഭയിലാണ് നിവർത്തിക്കപ്പെടുന്നത്. ശരി, അതിനാണ് റീപ്ലേസ്മെന്റ് തിയോളജി. അതിന്റെ ഫലമാണ് ഇസ്രയേലിന് ദൈവം കൊടുത്തത് ഭൗമിക നന്മകളാണ്, ആത്മിക നന്മകളല്ല. എന്നാൽ ബൈബിളിൽ തീർത്ത് പറയുന്നു, സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന നന്മകൾ ഭൗമിക നന്മയല്ല, ആത്മീയ നന്മകളാണ്. നമ്മൾ ഈ വിധത്തിൽ പൗലോസ് പറയുന്നത് കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കണം. പിന്നെ യോഹന്നാൻ അപ്പോസ്തലൻ വെളിപാട് 1 അധ്യായത്തിൽ പറയുന്നു, അവൻ്റെ രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ. അപ്പം ഈ രാജ്യത്തിൻ്റെ, കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ എംബ്ലം എന്ന് പറയുന്നത് കുരിശും സഹിഷ്ണുതയുമാണ്, കഷ്ടസഹിക്കുക. എന്നാൽ ഇന്ന് പ്രോസ്പെറിറ്റി ഗോസ്പൽ എന്ന് പറഞ്ഞ ഒരു കൂട്ടം ആളുകൾ വന്നിട്ടുണ്ട്. അത് ബൈബിൾ പഠിപ്പിക്കാത്ത സത്യമാണ്. അത് വന്നിരിക്കുന്നത് ഇതിവിടെ നിന്ന് ഈ ഇസ്രയേലിന് കൊടുത്ത നന്മകളൊക്കെ നമുക്കുള്ളതാണെന്ന് അവർ അവകാശപ്പെട്ട്, ഇത് ഇസ്രയേലും സഭയും രണ്ടാണെന്നുള്ളത് ഇവർ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അത് ശരി. ഇസ്രയേലിന് ഭൗമിക നന്മകൾ കൊടുത്തു, ദൈവസഭയ്ക്ക് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങൾ കൊടുത്തു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഇസ്രായേലിന് കൊടുത്തതായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട വാഗ്ദത്തങ്ങൾ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ദൈവം നിവർത്തിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ദൈവസഭയ്ക്ക് കർത്താവ് തൻ്റെ സ്വന്തം രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ കർത്താവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ പാപപരിഹാരം വരുത്തി അത് വിശ്വസിച്ച് കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ജനത്തിന് ആത്മീക നന്മകൾ ദൈവം കൊടുത്തു. അത് ആത്മീക നന്മയിൽ അവർ തൃപ്തരാണ്. പക്ഷേ അതിൻ്റെ പിന്നിൽ കണ്ണുനീരുണ്ട്, കഷ്ടതയുണ്ട്, പ്രയാസങ്ങളുണ്ടല്ലേ. ആ കഷ്ടതയോടുകൂടെ തന്നെ പ്രതിബന്ധങ്ങളിൽ എനിക്ക് തോന്നുന്നത് കർത്താവ് പറഞ്ഞൊരു വാഗ്ദത്തം ഉണ്ടല്ലോ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ ആ ഒരു കഷ്ടതയുടെ പാതയിൽ ഓരോ ക്രൈസ്തവ വിശ്വാസിയും മുന്നോട്ട് പോകണം. ഇത് ക്രൂശിൻ്റെ കർത്താവ് പറഞ്ഞു, ക്രൂശ് എടുത്ത് തന്നെ അനുഗമിക്കാം. അപ്പം നമുക്ക് ഓരോരുത്തർക്കും ഇവിടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ദുഃഖവും മരണവും ഒക്കെ ഉണ്ട്, രോഗങ്ങളും. ഇതില്ല എങ്കിൽ ഇതൊരു സ്വർഗമാണ്. എന്നാൽ നമ്മൾ ഇങ്ങനെ അനേക കഷ്ടങ്ങളുടെ സുഖരാജ്യത്തിൽ കിടക്കണം. യഹൂദനെ സംബന്ധിച്ച് അവന് ദൈവത്തെ അനുസരിച്ചിരുന്നെങ്കിൽ ശത്രുക്കൾ അവനെ ആക്രമിക്കില്ല, മുൻമഴയും പിന്മഴയും കിട്ടും, അവന് സമൃദ്ധമായ ആഹാരം ഉണ്ടാകും, അവന് ലോകരാജ്യങ്ങളുടെ മധ്യത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥാനത്തിലാകും. ഇങ്ങനെയുള്ള ഭൗമിക നന്മകളാണ് അവർക്ക് കൊടുത്തിരുന്നത്. ഇത് തമ്മിൽ ഒരിക്കലും കൂട്ടിയോജിപ്പിക്കരുത്. ഇസ്രയേൽ എന്ന് പറയുന്നത് വേറെ ഒരു എൻറ്റിറ്റി, സഭയെന്ന് പറയുന്നത് വേറെ ഒരു എൻറ്റിറ്റി. അപ്പോൾ ശരിക്കും ഈ ഇസ്രയേലിൻ്റെ ആ ബാക്കി ഇസ്രായേലിനോട് ഇടപെടേണ്ടതായിരിക്കുന്ന ആ ദൈവത്തിൻ്റെ പദ്ധതികൾ ഇനി ഭാവിയിൽ നടക്കാൻ പോകുന്നേ ഉള്ളൂ. അങ്ങനെ ഭാവിയിൽ നടക്കാനിരിക്കുന്നതിന് വേണ്ടി ഇവരെ ഇങ്ങനെ ലോകത്തിലെല്ലാം ഊടാടി നടന്നാലൊക്കില്ല, അവരെ മടക്കി കൊണ്ടുവരണം. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതാണ് റെസ്റ്റോറേഷൻ ഓഫ് ഇസ്രായേൽ, അവരുടെ യഥാസ്ഥാനം. 24-ാം വാക്യം ഒന്ന് വായിച്ചേ, അവിടെയും അയവില്ലെന്ന് പറയുന്നുണ്ട്. 24-ാം വാക്യം, ഞാൻ നിങ്ങളെ രാഷ്ട്രങ്ങളുടെ നിന്നും കൂട്ടി സകല ദേശങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശത്തേക്ക് വരുത്തും. 17 സ്ഥലങ്ങൾ വെച്ച് നീട്ടി ലോകരാജ്യങ്ങൾ. അതെ, സ്വർഗത്തിലെ ദൈവം മുന്നമേ കുറിച്ച് വെച്ചു. സ്വർഗത്തിലെ ദൈവം വെച്ച് നീട്ടിയത് ഈ മധ്യഭാഗമായിരുന്നു. ഇവിടമാ നിങ്ങളുടെ സ്വന്തം ദേശത്ത് തന്നെ ഞാൻ കൊണ്ടുവരും. എവിടെ നിന്ന് കൊണ്ടുവരും? ബൈബിള് സത്യമാണോ? ഞങ്ങളെ കേൾക്കുന്നവരൊന്ന് ശ്രദ്ധിച്ചു നോക്കി. രാഷ്ട്രങ്ങളുടെ ഇടയിൽ നിന്നും കൂട്ടി സകല ദേശങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിക്കും. ഇന്ത്യ കൊണ്ടുപോയോ? കൊണ്ടുപോയി. നമ്മുടെ കൊച്ചിയിലുണ്ടായിരുന്നല്ലോ അവര്. ഇന്ത്യ അവര് ഇന്നിപ്പം 10 പേരേ ഉള്ളൂ ഇന്ത്യയിൽ. ഇസ്രായേലിലേക്ക് പോയി അവര്. ദൈവം എന്താ പറഞ്ഞു? അത് ഈ 2500 വർഷങ്ങൾക്ക് മുമ്പ് ഇത് രേഖപ്പെടുത്തിയത് 3600 വർഷം മുമ്പ്. 3600 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ബൈബിളിൽ ദൈവം രേഖപ്പെടുത്തിയത് 2600 വർഷം മുമ്പ്. 600 വർഷം മുമ്പ്, ക്രിസ്തുവിന് 600 വർഷം മുമ്പ് അവർ ബാബേൽ പ്രവാസത്തിൽ പോയി. ഓക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ 2600 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു മാറ്റമില്ലാത്ത വചനത്തിന്റെ ഫുൾഫിൽമെന്റ് ആണ് 1948 അവർ രാജ്യമായത്. ഇന്ന് ഇസ്രായേലിൽ പാർക്കുന്നവർ എത്ര ദേശത്തുനിന്ന് വന്നാണെന്നറിയാം?
130 രാജ്യത്തുനിന്ന് വന്നു ഒരാൾ. 130 രാജ്യങ്ങളിൽ കറങ്ങി നടന്ന അവരെ ദൈവം അവിടെ കൊണ്ടുവന്നു. ഫ്രം 130 കൺട്രീസ്, ഓവർ 130 കൺട്രീസ് ദൈവം അവരെ ശേഖരിച്ച് അവിടെ തന്നെ കൊണ്ടുവന്നു. ഞാൻ ചോദിച്ചോട്ടെ, ദൈവം പറഞ്ഞതാണോ നടന്നത്, ലോക നേതാക്കന്മാർ പറഞ്ഞതാണോ നടന്നത്? മാനുഷികമായിട്ടുള്ള ഒരു ചിന്തയിൽ അല്ലെങ്കിൽ ഒരു അനാലിസിസ് നമ്മൾ നടത്തിക്കഴിഞ്ഞാൽ ലോക നേതാക്കന്മാർ, ലോകരാഷ്ട്രങ്ങൾ പറയുന്നതേ നടക്കുകയുള്ളൂ. കാരണം കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നാണ് ഇന്നത്തെ ആൾക്കാരുടെ, പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ്റെ ഒരു വലിയ വിജയപ്രമാണമാണ് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. അത് വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് ഓഫർ ചെയ്ത ഈ 10-24 സ്ഥലങ്ങൾ എവിടെയെങ്കിലും ആയിരുന്നു വരേണ്ടിയിരുന്നത്. പക്ഷേ അതിന് പകരം 2600 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ജീവനുള്ള ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്ത, അവർക്ക് ഓഫർ ചെയ്ത ഭൂമിയുടെ മധ്യഭാഗത്ത് ഇസ്രായേലിനെ കൊണ്ട് പാർപ്പിച്ചു. അത് ഇന്ന് നമ്മുടെ കണ്ണിന് മുമ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. വിശുദ്ധ ബൈബിൾ സത്യമാണല്ലേ? വിശുദ്ധ ബൈബിളിലെ ശക്തവും വ്യക്തവുമായ പ്രവചന സത്യങ്ങൾ